ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ദിലീപ്, നവ്യ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രം കല്യാണരാമൻ വീണ്ടും തിയേറ്ററുകളിലേക്ക്. 4K ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം 2026 ജനുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. 2002 പുറത്തിറങ്ങിയ ഹാസ്യവിനോദ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായരമ്പലമാണ്. കല്യാണരാമൻ 4K റീമാസ്റ്റർ ചെയ്യുന്നത് ഹൈ സ്റ്റുഡിയോസ്. വിനീത് തട്ടിൽ, അഖിൽ കവലിയൂർ, കാർത്തിക് ശങ്കർ, ഗൗരി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുഷ് മോഹൻ സംവിധാനം ചെയ്ത ചിത്രം വത്സല ക്ലബ് OTT-യിലേക്ക്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി എസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാറ്റി വെച്ചാലും ഇവന്റെ അച്ഛൻ നീക്കിയില്ലേ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് കല്യാണ മുടക്കി ഭാരതക്കുന്ന്. ഇത് കണ്ടോ ഗൈസ്, ഇവർ അത് കൊണ്ടോ കാണിച്ച ചതി കണ്ടോ ഗൈസ്? തന്നോട് ആരോട് പറഞ്ഞ എന്നെ ഇവർ അടിച്ചോണ്ട് പോയതാണ്? വിഷ്ണു വിശാൽ നായകനായി എത്തുന്ന ആര്യൻ എന്ന തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ശ്രദ്ധ ശ്രീനാഥ്, വാണി ഭോജൻ, ശെൽവരാഘവൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നവാഗതനായ പ്രവീൺ കെ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിൽ. இப்போ இங்கே நடந்துட்டு இருக்கிறது, நடக்க போகிறது எல்லாம் வெறும் ஆரம்பம் மட்டும்தான். ஆரம்பம்னா beginning of what? How about that boy of yours? அந்த கொடைக்கானல் சீரியல் கில்லிங் கேஸ் சால்வ் பண்ணாரு. கொலை நடக்கிறதுக்கு சரியா 1 மணி நேரம் முன்னாடி கொல்ல போற கேரக்டர் பேரை வெளிப்படுத்துவேன். This is not just a perfect crime. He is a perfect criminal. ആസിഫ് അലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രം മിറാഷ് OTT-യിൽ പ്രദർശനം ആരംഭിച്ചു. സോണി ലിവിലൂടെയാണ് മിറാഷ് പ്രദർശനത്തിനെത്തിയത്. കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും ഒന്നിച്ച ചിത്രമാണ് മിറാഷ്. കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണിത്. ഹക്കീം ഷാജഹാൻ, ദീപക് പറമ്പോൾ, ഹന്ന റജി കോഷി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ചിത്രം സ്ട്രീം ചെയ്യും.